എന്നതായിരുന്നു വാർത്തയുടെ തലക്കെട്ട്. കൈയടിച്ചു പോകും കേൾക്കുന്നവർ. ബഹുമാനവും ആദരവും തോന്നും ആർക്കും ഇവരോട്. സ്വാഭാവികമാണത്. തനിക്ക് ലഭിച്ച സമ്മാന തുകയായ 1 ലക്ഷം രൂപയാണ് ദിവ്യ എസ് അയ്യർ മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. സമൂഹ മാധ്യമത്തിൽ ചിത്രങ്ങൾ പങ്കുവെച്ച് ദിവ്യ തന്നെയാണ് ഈ വാർത്ത ആദ്യം പുറം ലോകത്തെ അറിയിച്ചത്. ദിവ്യ എസ് അയ്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: തിരുവനന്തപുരത്തെ ഔദ്യോഗിക മീറ്റിംഗുകൾ കഴിഞ്ഞ് വൈകുന്നേരം ആദരണീയനായ മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിന്റെ വസതിയിൽ സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസം ലഭിച്ച ഇന്ത്യൻ എക്സ്പ്രസ് എക്സലൻസ് ഇൻ ഗുഡ് ഗവേണൻസ് അവാർഡ് തുകയുടെ 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ഒപ്പം കൗതുകത്തോടെ മൽഹാർ വാവയും എന്റെ അപ്പാവും അമ്മയും സ്നേഹോഷ്മളമായ സ്വീകരണമാണ് അദ്ദേഹവും കുടുംബവും ഞങ്ങൾക്ക് നൽകിയത്. തുക കൈമാറുമ്പോൾ അവാർഡിന്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് വാവക്കൊരു ഷെയ്ക്ക് ഹാൻഡും അവന്റെ മുത്തവും ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം ആ മധുര സായാഹ്നത്തിനെ അവിസ്മരണീയമാക്കി തീർത്തു. അടുത്ത ഉദ്യമത്തിലേക്ക് കടന്നു. ശബരിമല മണ്ഡലകാല സേവനവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ ഏകോപനവുമായി ബന്ധപ്പെട്ട് ചെയ്ത പ്രവർത്തികളെ മുൻനിർത്തിയാണ് സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിൽ പരാമർശിച്ചതെന്ന് ദിവ്യ എസ് അയ്യർ നേരത്തെ പറഞ്ഞിരുന്നു. ദിവ്യയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജില്ലാ കളക്ടർമാർക്കായി നൽകപ്പെടുന്ന എക്സലൻസ് ഇൻ ഗുഡ് ഗവേണൻസ് പുരസ്കാരം ആദരണീയനായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ അവരുടെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങാൻ സാധിച്ചതിലുള്ള ചരിത്രാധൃത്യവും കൃതജ്ഞതയും വിനയ പുരസ്കാരം അറിയിക്കട്ടെ. ഇന്ത്യൻ എക്സ്പ്രസ് ദേശീയ തലത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ പുരസ്കാരം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് വിതരണം ചെയ്തത്. ചടങ്ങിൽ ആദരണീയരായ കേന്ദ്രമന്ത്രിമാർ രവിശങ്കർ പ്രസാദ്, രാജീവ് ചന്ദ്രശേഖർ, ഭൂപേന്ദ്ര യാദവ്, സുശീൽ മോദി, ഇന്ത്യൻ എക്സ്പ്രസ് ചെയർമാൻ വിവേക് ഗോയങ്ക, മറ്റു പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന ജില്ലാ കളക്ടർമാരുമായി അനുഭവങ്ങൾ പങ്കിട്ടതും ഏറെ ഹൃദ്യമായി. ഇക്കൊല്ലം ഭാരതത്തിലെ 29 സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള 404 ജില്ലാ കളക്ടർമാരുടെ വ്യത്യസ്ത മേഖലകളിലെ സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് RM ലോധയുടെ അധ്യക്ഷതയിൽ വിദഗ്ധ ജൂറിയാണ് നിശ്ചിത മാനദണ്ഡങ്ങൾക്കനുസരിച്ച് 18 കളക്ടർമാരെ പുരസ്കാരത്തിന് അർഹരായി തിരഞ്ഞെടുത്തത്. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ സേവനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ ചെയ്ത പ്രവർത്തികളാണ് സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിൽ പരാമർശിച്ചിരുന്നത്. തീർത്ഥാടനം സുഗമമാക്കാൻ വിലമതിക്കാനാവാത്ത പിന്തുണ നൽകിയ കേരള സർക്കാരിന്റെ വിവിധ വകുപ്പുകൾക്കും ശബരിമലയിലേക്ക് എത്തിച്ചേർന്ന ഓരോ സ്വാമിക്കും സവിനയം സഹർഷം ഈ പുരസ്കാരം സമർപ്പിക്കുന്നു. ഭക്തിയും ജോലിയും കുടുംബവും ഒരേ സമയം ഒരുപോലെ കൊണ്ടുപോകുന്ന കളക്ടർ ദിവ്യ എസ് അയ്യർ തങ്കാങ്കി ഘോഷയാത്ര സമയത്ത് എരുമേലി ശാസ്താ ക്ഷേത്രത്തിൽ തന്റെ മകനെ എടുത്തുകൊണ്ട് 5 മിനിറ്റ് നേരം മുഴക്കിയ ശരണം വിളി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി.